മൗദൂദിയുടെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ വർഗീയ പാർട്ടിയല്ലാതാവും? എന്ത് അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല എന്ന് താജുലുലമായും കേരള സംസ്ഥാന ജമിയത്തുലമായും പ്രഖ്യാപിച്ചത്? രാജ്യം അംഗീകരിച്ചു എന്ന നിലക്കാണെങ്കിൽ RSS BJP പാർട്ടികളും വർഗീയ പാർട്ടി അല്ലാതാവുമോ? താജുലുലമായും കേരള സംസ്ഥാന ജമിയത്തുലമായും പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം സംസാരിച്ചതാണിത് സമകാലികത്തിൽ. താജുലുലമ എന്നവർ അടിയന്തരാവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ സംഘടന എന്ന് പറഞ്ഞ് നിരോധിച്ചപ്പോൾ അത് ശരിയല്ല, വർഗീയ സംഘടനയല്ല എന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചത് പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നു. വ്യക്തിപരമായി ഷേഖുന അവർകൾ നൽകിയതാണ്. സംസ്ഥാന നിയമത്തിനും ഇത് യോഗം കൂടി പാസ്സാക്കിയതല്ല. ബാബരി മസ്ജിദ് പൊളിച്ചതിനെ തുടർന്നുണ്ടായ തട്ടൊപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് RSSനെ നിരോധിച്ചപ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ, വർഗീയ സംഘടന എന്നുള്ള നിലയ്ക്ക് നിരോധിച്ചപ്പോൾ ഉള്ളവനാണ് പ്രസ്താവന കൊടുത്തത് അത് വർഗീയ പാർട്ടിയില്ലാതെ. അതാ നിലക്കാണ് കാണേണ്ടത്. ജമിയത്തുലമ ഇത് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന എല്ലാത്തിനും പറഞ്ഞിട്ടുമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്നറിയുമ്പോൾ സംസ്ഥാന ജമിയത്തുലമയൊക്കെ തെറ്റിദ്ധരിച്ചതാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ് ഞാൻ സംസാരിച്ചു എന്നുള്ള ഞങ്ങൾക്ക് ഉദ്ധരിച്ചതാണ്. അങ്ങനെയാണ് ഇത് പ്രഖ്യാപിച്ചത്. അല്ലാതെ ഒരു പ്രസ്താവന, ഒരു പ്രതികരണം എന്നേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ നിരോധിച്ചപ്പോൾ ഒരു പ്രതികരണം. രാജ്യം അംഗീകരിച്ചു എന്ന നിലക്കല്ല സാധാരണ വർഗീയം എന്ന് പറഞ്ഞാൽ വർഗപരമായ വർഗസംബന്ധമായ എന്നേ അർത്ഥമുള്ളൂ. വർഗസംബന്ധമായി നിൽക്കുന്ന ഒക്കെ വർഗീയതയാണ് എന്ന് ആരും പറയാറില്ല. വർഗീയത എന്ന് വാസ്തവത്തിൽ ജാതിപരമായിട്ടുള്ള ചിന്തകളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ വർഗീയത എന്ന് പറയും. ജാതി സംബന്ധമായ ചിന്തകൾ. ആ ജാതി സംബന്ധമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, അങ്ങനെ ജാതി പുറത്തുള്ളവർ, അകത്തുള്ളവർ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വിഭജനങ്ങളും തദടിസ്ഥാനത്തിലുള്ള പല ചിന്തകളും വരുന്നതിനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സാധാരണ പറഞ്ഞു പറയാറുള്ളത്. ഇനി അല്ലാത്ത നിലക്ക് ജാതി ഒന്നും ചിന്തിക്കാത്ത നിലക്കും വർഗീയ എന്ന് പറയാറുണ്ട്. വർഗപരമായി ഒരു വർഗത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുകയും ഈ വർഗത്തിനെ അപരവർഗ നിഷേധം, അപരവർഗ ധ്വംസനം അല്ലെങ്കിൽ അപരവർഗത്തെ എതിർക്കുക എന്ന നിലക്ക് കാണുമ്പോൾ ആ സമയത്താണ് അത് വർഗീയതയാകുന്നത്. സ്വന്തം വർഗത്തോടുള്ള സ്നേഹമോ സ്വന്തം വർഗത്തെ കൂടുതൽ ഇഷ്ടമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വർഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു കൂട്ടർ സംഘടിക്കുന്നതിന് വർഗീയമെന്ന് പറയില്ല. അപരരോട് വിദ്വേഷം പുലർത്തുക, അപരവിദ്വേഷം, ഈ അപരവിദ്വേഷമാണ് വർഗീയത എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം. ഇതേ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അങ്ങനെയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ മൗദൂദിയുടെ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിവരിച്ചതാണല്ലോ. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണ്. രാഷ്ട്രീയമായിട്ട് ഇസ്ലാം സമ്പൂർണമായി പരിശുദ്ധ ഇസ്ലാമിന് നിയമമുണ്ടെന്നും രാഷ്ട്രീയാധികാരത്തിലെ സിവിൽ ക്രിമിനൽ നിയമങ്ങളെല്ലാം ഇസ്ലാമികമായി തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം അതുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം, അങ്ങനെ രാഷ്ട്രങ്ങൾ വരണം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. വാസ്തവത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ നിയമങ്ങളും സിവിലും ക്രിമിനലുമായ നിയമങ്ങളും ഇസ്ലാമിലുണ്ട്. രാഷ്ട്രാധികാരം കിട്ടിയാൽ ആ രാഷ്ട്രത്തെ എല്ലാ അർത്ഥത്തിലും ഭരിക്കാൻ വേണ്ട നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് മദ്ഹബ് അംഗീകരിക്കുന്ന, മദ്ഹബിനെ പറ്റി പഠിച്ചിട്ടുള്ള എല്ലാവരും സ്വീകരിക്കും. ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും എല്ലാം രാഷ്ട്രീയമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ മദ്ഹബ്. സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള സുഭദ്രമായ നിയമമാണ് ഇസ്ലാമിക ശരീഅത്തിനുള്ളത്. ആ ശരീഅത്തനുസരിച്ച് ഭരണം വരണം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് പറയുന്നത്. അത് വന്നിട്ട് അതർക്കെല്ലാം നമുക്കുണ്ട്. പക്ഷേ വൃഥാ ശ്രമിച്ചു കൊണ്ടിരിക്കുക, അത് ബാധ്യതയാകുന്നു എന്ന് പറയുക, ഇതാണ് പ്രശ്നം. പിന്നെ ഇന്ത്യ രാജ്യത്ത് അതാക്കണമെന്ന് പരിശ്രമിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. അതേ സമയത്ത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഞങ്ങളുടെ രാജ്യത്തും പോകുക എന്നുള്ള നിലക്കാണ് മൗദൂദി പറഞ്ഞതെന്നാണ് അവർ പറയാറുള്ളത്. എങ്ങനെ പറഞ്ഞാലും ഈ മതരാഷ്ട്രവാദം എന്ന ഈ പ്രയോഗം മാത്രം വെച്ചുകൊണ്ട് പാർട്ടിയെ വർഗീയം എന്ന് പറയാൻ കഴിയില്ല. വർഗീയമാണെങ്കിൽ അപരവർഗ വിദ്വേഷം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. സ്വന്തം വർഗത്തോടും സ്വന്തം ആൾക്കാരോടുള്ള സ്നേഹം, അസബിയ്യത്ത് എന്നൊരു പ്രയോഗം ഹദീസിലുണ്ട്.
ഈ അസബത്ത് വിവരിക്കുമ്പോൾ തന്നെ അസബിയത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നൊരു പ്രയോഗം ഹദീസിലുണ്ട്. ആ ഹദീസിൽ നമ്മളെ ഫിഖ്ഹിലും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, സ്വന്തം ജനങ്ങളോടും സ്വന്തത്തോടുമുള്ള ഇഷ്ടം അസബിയത്തിൽപ്പെട്ടതല്ല എന്ന് നമ്മുടെ ഇമാമിയങ്ങൾ വിവരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? മറിച്ചുള്ളവരോടുള്ള വിദ്വേഷവും അവരോടുള്ള വെറുപ്പും, അതാണ് വാസ്തവത്തിൽ ഇത്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ RSSും BJP എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ പറയണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ വർഗീയത ജമാഅത്തെ ഇസ്ലാമിയിൽ ആരോപിക്കാൻ വകുപ്പില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ രാജ്യം അംഗീകരിച്ചു എന്നുള്ളതല്ല. ജാതീയ ചിന്തകളെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെയും RSSും BJPയും വിലയിരുത്താം. അപരമത വിദ്വേഷവും അപരവർഗവിദ്വേഷവും വെച്ച് പുലർത്തുന്നു എന്നുള്ള നിലക്കും അതിൽ വർഗീയത കാണാം. ജമാഅത്തെ ഇസ്ലാമിയിൽ അങ്ങനെ കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മാസം.